വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ തംബ്നെയിലിലുള്ളതുപോലെ ഇൻഷുറൻസിൽ എങ്ങനെ ഈസിയായി ജോലി നേടാം എന്നറിയാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ എന്താണ് ഒരു നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് NICLന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പേര് അറിഞ്ഞു കാണും, അറിയാത്തവരും കാണും. അപ്പോൾ ആ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാങ്ക് എക്സാമിനോ SSCക്കോ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഈസിയായി കയറി പറ്റാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇൻഷുറൻസിന്റെ എക്സാം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ബാങ്ക് എക്സാം എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻസ് ഇച്ചിരി ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും. പക്ഷേ ഇൻഷുറൻസ് എക്സാമിന്റെ കേസ് വരുമ്പോഴത്തേക്കും ബാങ്ക് എക്സാമിനെക്കാളും ഡിഫിക്കൽട്ടി ലെവൽ എന്താണ്, മെയിൻസിന് കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ബിഗിനർ ആയിട്ടുള്ളവർക്ക് പോലും ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇൻഷുറൻസിന്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ ഒരു ഇൻഷുറൻസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. ഏതിൻ്റെന്ന് വെച്ചാൽ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ ആണ് വന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് അതിൻ്റെ എക്സാം സിലബസും ഒക്കെ എന്ത് ചെയ്യാം, എക്സാം പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പം ആദ്യം തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് എന്നാണെന്ന് നോക്കണം. അപ്പോൾ ഒരു SSC ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു 1 ടൈം രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഒരു ബാങ്ക് എക്സാമോ ഈ ഇൻഷുറൻസിന്റെ എക്സാമോ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്യുന്ന ടൈമിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോന്നിനും രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം, സൈറ്റിൽ കയറിയാണ് ചെയ്യേണ്ടത്. അപ്പം അതെന്ന് പറയുന്നത് ജൂൺ 12 മുതൽ ജൂലൈ 3 വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത്. അപ്പം ജൂലൈ 3-നകം തന്നെ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. SC ST പോയിട്ടുള്ളവർക്ക് എന്താണ് ആപ്ലിക്കേഷൻ ഫീസ് വരും. അപ്പോൾ അത് നമ്മൾ പേ ചെയ്യണം. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ഫേസ് 1 എക്സാമിനേഷൻ ഇതിനെന്താണ് പ്രിലിംസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ. അതിന് ജനറലിസ്റ്റും വരും, സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയും വരും. ഈ ജനറലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നോർമലായിട്ട് ഒരു ഡിഗ്രി ഉള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജനറലിസ്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. എല്ലാം കൂടെ ടോട്ടലായിട്ടാണ് 266 വേക്കൻസി എന്ത് ചെയ്തേക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സെപ്പറേറ്റ് ഓരോ കാറ്റഗറിക്കും എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് പിന്നെ ഇതിൽ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇതിൽ മെയിൻസ് ഉണ്ട്, പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇന്റർവ്യൂ വരും. ഓക്കെ, അപ്പൊ 3 ഫേസ് ആയിട്ടാണ് ഇത് നടന്നു പോകുന്നത്. അപ്പൊ ഇവര് പറഞ്ഞിട്ടുള്ള ഫേസ് 1 എക്സാമിനേഷൻ അതായത് പ്രിലിംസിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 20 ആണ്. ഓക്കെ, ജൂലൈ 20 ആണ് അപ്രോക്സിമേറ്റ്ലി അവർ പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്. പിന്നെ പറയുന്നത് ഫേസ് 2 മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് എന്നാണെന്ന് നോക്കാം. അത് ഓഗസ്റ്റ് 31 ആണ്. ഓഗസ്റ്റ് 31 ആണ് മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതാണ്. ജൂലൈ 3-നകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഫേസ് 1 എക്സാമിനേഷൻ വരുന്നത് ജൂലൈ 20-ഉം ഫേസ് 2 എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റ് 31 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെതും ഉണ്ട്, ജനറലിസ്റ്റിൻ്റെതും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോന്നിനും എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ, ഇപ്പം സ്പെഷ്യലിസ്റ്റ് വരുമ്പോൾ ഡോക്ടർ, ലീഗൽ, ഫിനാൻസ്, IT, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കാറ്റഗറീസ് ആണ് വരുന്നത്. ഓക്കെ, നോർമലായി ഒരു ഡിഗ്രി മാത്രം കയ്യിലുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജനറലിസ്റ്റിന്റെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനറലിസ്റ്റിന്റെ എക്സാം വരുമെന്നാണ് ഒരു ഗ്രാജുവേഷൻ മാത്രം ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ജനറലിസ്റ്റിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 170 ആണ്. ഓക്കെ, 170 വേക്കൻസി ആണ് ജനറലിസ്റ്റിനുള്ളത്. ഈ 170 വേക്കൻസി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് വൈസ് അല്ല അവർ വിളിക്കുന്നത്, ഓൾ ഇന്ത്യ ലെവലാണ് വിളിക്കുന്നത്. ഓൾ ഇന്ത്യ ആണ് 170 വേക്കൻസി വരുന്നത്. അതിൽ UR ജനറൽ വരുമ്പോഴത്തേക്കും 68-ഉം OBC 47-ഉം SC 26-ഉം ST 12-ഉം EWS 17-ഉം ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ 170 ആണ് വേക്കൻസി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വേക്കൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഇതിന്റെ പേ സ്കെയിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് NICLന്റെ AOയുടെ
പേ സ്കെയിൽ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ഒരു ജോബിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് തന്നെ അതിന്റെ പേ സ്കെയിൽ ആണ് അല്ലേ. ഒരു ബാങ്ക് ആയാലും ഒരു ഇൻഷുറൻസ് ആയാലും എന്താണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ പേ സ്കെയിൽ തന്നെയാണ്. അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെ വരും. ഓക്കെ, അപ്പോ NICL എയുടെ പേ സ്കെയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം 50,925 ബേസിക് പേ വരുന്നത്. ഓക്കെ, ബേസിക് പേ ആണ് 50,925 വരുന്നത്. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാളുടെ പേ സ്കെയിൽ ആണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ ബാക്കിയുള്ള അലവൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് വരുന്ന ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെ കിടപ്പുണ്ട് 90,000 90,000 രൂപയാണ് പെർ മന്ത് എന്ത് ചെയ്യുന്നത് സാലറി വരുന്നത്. ഓക്കെ, അപ്പൊ NICLന്റെ എക്സാം പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ക്ലിയർ ചെയ്യുന്ന ഒരാൾക്ക് 90,000 പെർ മന്ത് എന്താണ് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാലറി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ബാക്കി പോയിന്റ്സ് നോക്കിപ്പോ. ഓക്കെ, അപ്പൊ ഓരോ പോസ്റ്റിനും വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ഇപ്പം ജനറലിസ്റ്റ് ഓഫീസർ ആണ് ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആണ് വരുന്നത്. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഉള്ളവർക്ക് നോർമൽ ഡിഗ്രിയും PG ഉള്ളവർക്കും എഴുതാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് വെറും ഒരു ഡിഗ്രി മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതെന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 60% മാർക്ക് വേണം. അതായത് 60% മാർക്ക് എങ്കിലും ഗ്രാജുവേഷനിലും വേണം. ഓക്കെ, അത്രയാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ SC ST വരുമ്പോൾ അവർക്ക് എന്താണ് 55% ആവശ്യമായ പെർസെൻറ്റേജ് അവർ പറയുന്നുള്ളൂ. ഓക്കെ, ജനറൽ ബാക്കി എല്ലാ കാറ്റഗറിക്കും 60% മാർക്കും SC STക്ക് 55% മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏജ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എക്സാമിന് അപ്ലൈ ചെയ്യാൻ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് പറ്റും എന്നുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. മിനിമം ഏജ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മിനിമം ഏജ് പറയുന്നത് 21 വയസ്സാണ്. മിനിമം ഏജ് പറയുന്നത് 21 വയസ്സും മാക്സിമം ഏജ് പറയുന്നത് 30 വയസ്സുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 21നും ഒരു ബാങ്ക് POയുടെ ഏജ് ലിമിറ്റ് തന്നെയാണ് പറയുന്നത്. 21, 30 എന്ത് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത്. അതിൽ SCക്ക് 5 ഇയറും OBCക്ക് 3 ഇയറും ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷത്തെ റിസർവേഷൻ ആണ് പറയുന്നത്. എക്സ് സർവീസ്മാന്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ SC STക്ക് വരുമ്പോഴത്തേക്കും 5 വർഷവും OBCക്ക് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ എക്സാം പാറ്റേണെ പറ്റി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം നോക്കിപ്പോവാം. ഓക്കെ, എന്തൊക്കെയാണ് ചോദിക്കുന്നത്, phase 1 പ്രിലിംസിന് എന്ത് വരുന്നു, phase 2 മെയിൻസിന് എന്ത് വരുന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ ജനറലിസ്റ്റിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. അതിൽ പ്രിലിംസ് വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ആണ്, 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. ടൈം വരുന്നത് 20 മിനിറ്റ് ആണ്. ഓരോ സെഷനും സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അവര് ടൈം അലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 20 മിനിറ്റ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ് ഇംഗ്ലീഷ് വരുന്നത്. അടുത്ത റീസണിങ് വരുമ്പോഴത്തേക്കും 35 ക്വസ്റ്റ്യൻ ആണ്, 35 മാർക്ക് 20 മിനിറ്റ് ആണ് വരുന്നത്. അതായത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റ്. അപ്പം സെക്ഷണൽ ടൈമിംഗ് എന്നാണ്, ഓരോ സെക്ഷനും 20 മിനിറ്റ് വെച്ചാണ്. 3 സെക്ഷൻ ഉണ്ട്, ടോട്ടൽ 1 അവർ ആണ് വരുന്നത്. 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രിലിംസ് വരുന്നത്. പ്രിലിംസ് എഴുതി കഴിഞ്ഞിട്ട് ഈ 100ൽ എന്ത് ചെയ്യും അവരൊരു കട്ട് ഓഫ് ഇടും. സപ്പോസ് ഇപ്പൊ പ്രിലിംസിന്റെ കട്ട് ഓഫ് 75 ആണെന്ന് വെക്കുക. 75ന് മേലിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും phase 2 അറ്റൻഡ് ചെയ്യാൻ പറ്റും. phase 2 എന്ന് പറയുമ്പോൾ മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മെയിൻസിന്റെ പാറ്റേൺ എന്താണെന്ന് നോക്കാം. മെയിൻസിന്റെ പാറ്റേൺ വരുമ്പോൾ ജനറലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. റീസണിങ് വരുമ്പോൾ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 40 മിനിറ്റ് ആണ്. അതിലും സെക്ഷൻ ടൈമിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് വരുമ്പോൾ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 40 മിനിറ്റ് ആണ് ഇംഗ്ലീഷ് പറയുന്നത്.
ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ അത് മോസ്റ്റ്ലി ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ് ചോദിക്കുന്നത് ഇൻഷുറൻസ് എക്സാമിന്. ഒരു ബാങ്ക് എക്സാമിനെക്കാളും ഈസി ആയിട്ടുള്ള ലെവല് കറണ്ട് അഫയേഴ്സ് ആണ് ഇൻഷുറൻസ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു ബാങ്ക് എക്സാം മെയിൻസിന് തൊട്ട് മുന്നേ ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം മുന്നേ ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇപ്പം ചോദിക്കാറ്. അതിൽ തന്നെ ഇൻഷുറൻസിന്റെ എക്സാം എന്ന് പറയുമ്പോൾ അതിനേക്കാളും ഈസി ആയിട്ടാണ് അവർ കറണ്ട് അഫയേഴ്സ് ഇടാറ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള എന്താണോ ക്വസ്റ്റ്യൻ അതിന്റെ മാത്രമാണ് ചോദിക്കാറ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മുന്നേ കഴിഞ്ഞ കുറച്ച് ഇൻഷുറൻസ് എക്സാം എടുത്ത് വെച്ച് റെഫർ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നത് എന്നുള്ളത്. ദെൻ കമ്പ്യൂട്ടർ ഉണ്ട്. 50 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്, 30 മിനിറ്റ് ആണ്. കറണ്ട് അഫയേഴ്സിന് 30 മിനിറ്റ് ആണ് വരുന്ന ടൈം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. 50 ക്വസ്റ്റ്യൻ 50 മാർക്കാണ് വരുന്നത്, 40 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ടോട്ടൽ 250 ക്വസ്റ്റ്യൻ 250 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പ്രിലിംസിന്റെയും മെയിൻസിന്റെ എക്സാം പാറ്റേണെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു എക്സാം മെയിൻസ് ക്ലിയർ ചെയ്യുന്ന ഒരാള് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഇനി വരുന്ന അടുത്ത സ്റ്റെപ്പിൽ എന്താണ്, ഇന്റർവ്യൂവും കൂടി ഉണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കട്ട് ഓഫ് ഇട്ടിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ആണ്. സെലക്ഷനായി എന്ത് ചെയ്യാം, 90,000 രൂപ മാസം വാങ്ങാൻ പറ്റും. ഓക്കെ, ദെൻ ഇതിന് ഫീസ് ഉണ്ട്. എക്സാം ഫീസ് എന്താണ്, ആപ്ലിക്കബിൾ ആണ്. ഫീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫീസ് എന്ന് പറയുന്നത് SC ST PWD വരുമ്പോൾ 250 രൂപയാണ് ഫീസ് വരുന്നത്. അതർ ദാൻ ഈ മേളിൽ പറഞ്ഞ കാറ്റഗറി അല്ലാതെ വരുന്ന ബാക്കി എല്ലാ കാൻഡിഡേറ്റിനും വരുന്നത് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഓക്കെ, ബാക്കി എല്ലാ കാൻഡിഡേറ്റിനും 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പൊ 1000 സാധാരണ SSC എക്സാംസ് ഒക്കെ വരുമ്പോഴത്തേക്കും വുമൺ ആണെന്നുണ്ടെങ്കിൽ ഫീസ് എന്താണ് അവർക്കില്ല. പക്ഷെ ഈ ഇൻഷുറൻസിന്റെ ബാങ്കിന്റെ എക്സാം വരുമ്പോഴത്തേക്കും മെയിൽ ഫീമെയിൽ ഇല്ല, ജെൻഡർ വൈസ് അല്ല, SC STക്ക് മാത്രമാണ് ഇതുള്ളത്. 250 രൂപ ഫീസുള്ള, ബാക്കി എല്ലാവർക്കും 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി എക്സാം സെന്റർ എവിടെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കേരളത്തിലെ പ്രിലിംസിന്റെ സെന്റർ വരുന്നത് 3 സ്ഥലങ്ങളിലാണ് വരുന്നത്. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്. ഓക്കെ, ഈ 3 ജില്ലകളിൽ മാത്രമായിരിക്കും പ്രിലിംസിന്റെ എക്സാം നടക്കുന്നത്. ഓക്കെ, ഏതെന്ന് നോക്കാം. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, ഈ 3 ജില്ലയിലായിരിക്കും പ്രിലിംസ് നടക്കുക. ദെൻ മെയിൻസ് എവിടെ വെച്ചിട്ടാണ് നടത്തുന്നതെന്ന് നോക്കാം. മെയിൻസ് വരുമ്പോൾ കേരളത്തില് എറണാകുളം മാത്രമാണ് സെന്റർ ആയിട്ടുള്ളത്. അപ്പൊ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന ഒരാള് മെയിൻസ് എഴുതാൻ എറണാകുളത്ത് സെന്ററിൽ പോകേണ്ടി വരും. സോ NICLന്റെ എയുടെ വേക്കൻസിയെ പറ്റിയും NICLന്റെ എയുടെ വേക്കൻസിയെ പറ്റിയും അതിന്റെ എക്സാം പാറ്റേണും അതിന്റെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, എക്സാം സെന്റർ, ഇങ്ങനെയുള്ള ബേസിക് പേ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. ഒരു ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് സെയിം സിലബസ് ആണ്, സെയിം പാറ്റേൺ ആണ്, അതിനേക്കാളും ഈസി ലെവലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ 170 വേക്കൻസിക്ക് വേണ്ടി ഓൾ ഇന്ത്യ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം മെയിൻസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ലെവലേ ഉള്ളൂ. അതിൽ GKയും കമ്പ്യൂട്ടറും നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, സ്കോർ കുറച്ചുകൂടി കൂടുതൽ വാങ്ങാൻ പറ്റും. സോ ടോട്ടൽ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ ഇന്ത്യ ഉള്ളൊരു എക്സാം ആണെങ്കിലും നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. സോ ഈ ഒരു എക്സാം വന്നത് എന്താണ്, ഈ ഒരു കലണ്ടർ ഇയറിൽ RRB ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ തന്നെ ഒരു ഇൻഷുറൻസിന്റെ എക്സാം വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു എക്സാം എന്ത് ചെയ്യുക, എല്ലാവരും നല്ലതായിട്ട് നോക്കുക. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കയറി പോകാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.